നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന മേഖല സ്ത്രീകൾക്ക് എത്രമാത്രം അനുയോജ്യമായ ഒരു മേഖല ആണ് എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ മേഖല സ്ത്രീകൾക്ക് വളരെയധികം അബ്സല്യൂട്ട്ലി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മേഖല ആണെന്ന്. കാരണം അത് പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ ഒരു ചാനൽ ഓണറാണ്. എനിക്ക് ഈ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ചാനൽ എത്രമാത്രം സ്ത്രീകൾ കാണുന്നുണ്ടെന്ന്. നമ്മളുടെ ചാനൽ ഏകദേശം ഒരു 28% സ്ത്രീകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൊച്ചി ഓഫീസിൽ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ക്ലാസ്സുകൾ വെക്കുമ്പോൾ കൃത്യം 9:30 അടിമാലിയിൽ നിന്ന് കാർ ഓടിച്ച് ഇവിടെ വന്ന സ്ത്രീയുണ്ട്, കോഴിക്കോട് നിന്ന് വന്ന സ്ത്രീയുണ്ട്, മലപ്പുറത്ത് നിന്ന് വന്ന സ്ത്രീയുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാനായിട്ട് നമ്മളുടെ ക്ലാസ് കൃത്യം 9:30 ഇവിടെ എത്തിയ സ്ത്രീയുണ്ട്. ചില ആളുകൾ ഒറ്റക്ക് വന്ന ആളുകളുണ്ട്, ചില ആളുകൾ ഭർത്താവിൻ്റെ ഒപ്പം വന്നു, ചില ആളുകൾ അവരുടെ ബ്രദറിൻ്റെ ഒക്കെ ഒപ്പം വന്ന് കൃത്യമായിട്ട് ഇവിടെ വന്ന ആളുകളുണ്ട്. അതല്ല എങ്കിൽ നമ്മളുടെ ഓൺലൈനായിട്ട് നമ്മളുടെ കോഴ്സ് ഒരുപാട് സ്ത്രീകൾ പഠിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 39% നമ്മളെ സ്റ്റുഡൻസും സ്ത്രീകളാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു തർക്കമോ സംശയമോ ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ മേഖല സ്ത്രീകൾക്ക് അബ്സല്യൂട്ട്ലി ഫൈനായിട്ടുള്ള ഒരു മേഖലയാണ് എന്ന്. പക്ഷേ ഈ ഒരു വീഡിയോ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാത്ത സ്ത്രീകൾക്കാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുരുഷന്മാർ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ത്രീ സുഹൃത്തുക്കൾക്ക്, അതിപ്പോൾ സിസ്റ്റർ ആവാം, അമ്മയാവാം, ആർക്ക് വേണമെങ്കിലും ഈ ഒരു വീഡിയോ റെഫർ ചെയ്യുക. കാരണം ഇപ്പോഴും ഈ ഒരു മേഖല പേടിയോടെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. കാരണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കേൾക്കാത്ത ആളുകൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് എങ്ങനെയാണ്? പേപ്പർ നോക്കുമ്പോൾ ഡോക്ടറിൻ്റെ 3 കോടി സ്റ്റോക്ക് മാർക്കറ്റിലൂടെ തട്ടിയെടുത്തു, എഞ്ചിനീയറിൻ്റെ 5 കോടി തട്ടിയെടുത്തു. ഇത്തരത്തിൽ തട്ടിയെടുത്ത കഥകൾ മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു ടാങ്കർ ലോറിയുടെ ബാക്കിലുള്ള ആ ഒരു തലയോട്ടിയുടെ ചിഹ്നമാണ് പല ആളുകൾക്കും ഓർമ്മ വരിക. അത്രയും പേടിയോടെയാണ് ഇതറിയാത്ത ആളുകൾ ഇതിനെ സമീപിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പുരാതന എക്സ്ചേഞ്ചാണ് നമുക്കുള്ളത്. അതിനുശേഷം 1975 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നതിന് ശേഷം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റ്. അത്രയധികം വോളിയം ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. എന്നിട്ടും ഇതിനെ പേടിയോടെ നോക്കുന്ന ആളുകളാണ് ഇതിലേക്കുള്ളത്. മേൽപ്പറഞ്ഞ ആളുകളുടെ എല്ലാം തന്നെ കാശ് തട്ടി എടുത്തത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടല്ല, അവർ അവരുടെ കാശ് ആർക്കോ അയച്ചു. അത് എല്ലാ മേഖലയിലും ഉണ്ടല്ലേ. അപ്പോൾ നമ്മളെ കാശ് നമ്മൾ ആർക്കോ അയക്കേണ്ട കാര്യമില്ല. നമുക്കിത് വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി കാര്യത്തിലേക്ക് വരാം. കൊറോണയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ഓണ്ടർപ്രണർ മനോഭാവം, അല്ലെങ്കിൽ ഓണ്ടർപ്രണർ സ്കില്ല്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തകൾ വളരെയധികം ബൂസ്റ്റ് ചെയ്ത ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ പല ആളുകളും പല തലത്തിലുള്ള ബിസിനസ് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ ചില ബോട്ടികൾ തുടങ്ങി, അല്ലെങ്കിൽ ടൈലർ ഷോപ്പ്, കേക്ക് ബിസിനസ് ഈ ഒരു സമയത്തൊക്കെയാണ് വളരെ ട്രെൻഡായിട്ടുള്ളത്. അതല്ലെങ്കിൽ ചെടികളെല്ലാം തന്നെ വിൽപ്പന നടത്തുന്ന നഴ്സറി ഈ ഒരു സമയത്താണ് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇവർ ബിസിനസ് തുടങ്ങിയ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അവിടെയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു റിയാക്ഷൻ, ഇവരുടെ തന്നെ ഒരു ഓണ്ടർപ്രണർ സ്കില്ല്, ഇതെല്ലാം അനുസരിച്ച് കുറേ ആളുകൾ വിജയിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഈ ഒരു ബിസിനസ് അവർ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ നിന്ന് ഔട്ടായപ്പോൾ ഇവർ ഇതിലേക്ക് വേണ്ടി മുടക്കിയ 2 മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ക്യാപിറ്റലും ഇതിനോടൊപ്പം തന്നെ വൈപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ ഇതിൽ സ്റ്റിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള വലിയ ക്യാപിറ്റൽ വേണ്ട ബിസിനസ്സിൽ ഇവരുടെ ഭാഗ്യം പരീക്ഷിച്ചിട്ടുണ്ട്. സ്റ്റിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ മേഖലയിൽ മേൽ പറഞ്ഞ പോലെ ഇവർ വരാതെ പേടിയോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വീണ്ടും ഒന്ന് ചിന്തിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് സ്ത്രീകൾക്ക് വളരെ നല്ല ഒരു മേഖലയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺവിൻസ് ആവാനായിട്ട് ഞാൻ കുറച്ച് പോയിന്റുകൾ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ വീണ്ടും എടുക്കാം. നിങ്ങളൊരു ബൂട്ടിക്ക് തുടങ്ങിയ സമയത്ത് നിങ്ങൾ മേ ബി ഒരു 2 മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്വാഭാവികമായിട്ടും വേണം, അല്ലേ? അത് അനിവാര്യമാണ്. എന്നാൽ ഇതിലേക്ക് വേണ്ടി മുടക്കിയ ഒരു ക്യാഷ് തിരിച്ച് കിട്ടാനായിട്ട് എത്രയോ കാലം എടുത്തേക്കാം. ചില സമയത്ത് ഈ ഒരു ബിസിനസ് നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾ അതിലുപയോഗിച്ച മെറ്റീരിയൽസ് ഒന്നും തന്നെ നമുക്കത് സെല്ല് ചെയ്യാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ അത് സെല്ല് ചെയ്താൽ തന്നെ ചിലപ്പോൾ അതിലേക്ക് മുടക്കിയ കാശിൻ്റെ ഏകദേശം ഒരു 20% നമുക്ക് ലിക്വിഡ് ക്യാഷായിട്ട് കിട്ടുള്ളൂ. അവിടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത. സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങാനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല.
ഇവിടെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങാനായിട്ട് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, 100 രൂപ വെച്ച് തുടങ്ങാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ അത്തരത്തിലുള്ള താരതമ്യത്തിലേക്കൊന്നും പോകുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇവിടെ വളരെ ഡീസൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഒരു 25,000 രൂപ ക്യാപിറ്റൽ എന്തായാലും വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിയാണ്, ഒരു സ്റ്റോക്ക് വാങ്ങാൻ 100 രൂപ മതി, 100 രൂപ പോലും വേണ്ട. നമ്മളിപ്പോൾ ഒരു ഐഡിയയുടെ സ്റ്റോക്ക് വാങ്ങാനാണ് പോകുന്നതെങ്കിൽ 14 രൂപയിൽ താഴെ മതി ഒരു ഐഡിയയുടെ സ്റ്റോക്ക് വാങ്ങാൻ. പക്ഷേ ഇതൊരു ബിസിനസ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 100 രൂപ മതിയാവുമോ? ഇല്ല. ഇവിടെ ഒരു ബിസിനസ്സായിട്ട് നിങ്ങളിത് കൺസിഡർ ചെയ്യാനാണെങ്കിൽ മിനിമം ഒരു 25,000 രൂപ മുതൽ നമുക്ക് ഇവിടെ തുടങ്ങാം. ഇവിടെ വേണ്ടത് നമുക്ക് ക്യാപിറ്റൽ അല്ല, ഇവിടെ വേണ്ടത് നമുക്ക് സ്കില്ലാണ്, സ്കിൽ സെറ്റാണ് വേണ്ടത്. അപ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഇവിടെ വേണ്ടത് ക്യാപിറ്റലാണ് എന്ന് ഉള്ളത്. ഇവിടെ വേണ്ടത് സ്കില്ലാണ്. സ്കിൽ വിത്ത് 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ബിസിനസ് പോലെ നമുക്കിത് കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ്. അതല്ല ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിന്റ്. ഇനി ഇത് നിർത്തുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പൈസ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാം. നമ്മുടെ ഈ കാശ് ഇവിടെ നഷ്ടമാകുന്നില്ല. നമുക്കിത് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഫണ്ട് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ട്. മറ്റൊരു ബിസിനസ്സിലും അത് ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ ചില ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം, എങ്കിലും ഞാൻ പറയുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് ഇരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി, ഇന്ത്യയുടെ GDP, അതല്ലെങ്കിൽ US സാമ്പത്തിക സ്ഥിതി, US GDP, യൂറോപ്പിലെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതികൾ, മറ്റ് ഏഷ്യൻ മാർക്കറ്റിലെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സ്ഥിതി, ഒരു പേപ്പർ നമ്മൾ എന്നും വായിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഇതിൽ നിന്ന് അറിവ് കിട്ടും. സ്വാഭാവികമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ തേടി പോകും. ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ രാവിലെയും വൈകിട്ട് ന്യൂസ് ഉണ്ട്. നമ്മൾ സ്റ്റോക്കുകൾക്ക് കമ്പനിക്ക് ഓർഡർ കിട്ടിയില്ല എന്നുള്ള ന്യൂസുകൾ മാത്രമല്ലല്ല, നമ്മൾ എല്ലാ ഗ്ലോബൽ ഈവൻറ്റുകളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊരു അറിവ് തന്നെയാണല്ലോ. അതായത് നമ്മളുടെ ചാനൽ ഉൾപ്പെടെയുള്ള മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ചാനൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അറിവാണ്. ഇപ്പം നടക്കുന്ന കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവും. അതിപ്പോൾ എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ഇതിൽ പങ്കെടുക്കുന്ന സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ആളുകൾക്കും ഈ ഒരു അറിവുണ്ടാവും. പക്ഷേ നമുക്കറിയാം, നമ്മളുടെ പല സിനിമകളും എല്ലാം തന്നെ എത്തരത്തിലാണ് സ്ത്രീയെ ചിത്രീകരിക്കുന്നത്. ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമയിൽ ഒരു രംഗം, ഒരു സ്ത്രീ സച്ചിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് സ്ത്രീക്ക് ഈ ഒരു സച്ചിനെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഭർത്താവ് വളരെയധികം ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. ഭർത്താവ് വളരെയധികം വലിയ ക്രിക്കറ്റ് പ്രേമിയാണ്. അപ്പോൾ ഭർത്താവ് സ്ത്രീയുടെ ചോദിക്കുകയാണ്, ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ പറയുന്നത്, ഞാൻ ഹിന്ദി സിനിമ കാണാറില്ല എന്നുള്ളതാണ്. അതായത് സ്ത്രീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് ഒരു ഹിന്ദി സിനിമാ നടൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കാണികളെല്ലാം തന്നെ ചിരിക്കും, എല്ലാ ആളുകളും ചിരിക്കും. പക്ഷേ പരോക്ഷമായിട്ട് എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? പുരുഷന് സച്ചിനെ അറിയാം, സ്ത്രീക്ക് സച്ചിനെ അറിയില്ല. അല്ലെങ്കിൽ പുരുഷൻ കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, സ്ത്രീ ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് പരോക്ഷമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ കാണികൾ ചിരിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ മാറും. സ്ത്രീ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു അറിവ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റുള്ള ഒരു വലിയൊരു പോയിന്റ്. ഇത് പണപരമായിട്ട് ഇതിന് അളക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യമായിട്ടാണ് പേഴ്സണലി ഞാനും കണക്കാക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ നമ്മളാണ് നമ്മുടെ ബോസ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം, ട്രേഡ് ചെയ്യാതിരിക്കാം. ഇവിടെ നമുക്ക് മുകളിൽ മേലധികാരി ഇല്ല. വർക്ക് ചെയ്യാത്തതിനെ കുറിച്ച് പരാതിപ്പെടുന്ന മേലധികാരി ഇല്ല. നമ്മൾക്ക് നിശ്ചയിക്കാം എത്രമാത്രം ടൈം ഇതിൽ ഇൻവോൾവ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്, അല്ലേ? ആരെയും നിയന്ത്രിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇഷ്ടമല്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ മേഖല എന്ന് പറയുന്നത് നമ്മളാണ് നമുക്ക് നിയന്ത്രണം വെക്കുന്നത്. അത് എല്ലാ രീതിയിലും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇന്ന് ട്രേഡ് ചെയ്യേണ്ട, നാളെ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര സമയം ട്രേഡ് ചെയ്താൽ മതി എന്നെല്ലാം തന്നെ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ തീരുമാനിക്കുന്നതും അത് മാത്രമല്ല, ലൊക്കേഷൻ
ഫ്രീഡം. അതാണ് വളരെ വലിയൊരു ഇപ്പം ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൊക്കേഷൻ ഫ്രീഡം. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇരുന്ന് ട്രേഡ് ചെയ്യാം ഇൻ ദ സെൻസ് വർക്ക് ചെയ്യാം. അത് എവിടെ കിട്ടും? കൊറോണ വന്ന സമയത്ത് കുറച്ച് IT പ്രൊഫഷണൽസിനെല്ലാം തന്നെ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റി കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ IT കമ്പനീസ് എല്ലാം തന്നെ ഓഫീസിൽ വരണമെന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രീഡം അവർക്ക് പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ട്. അത് സ്ത്രീകൾക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണത്. കാരണം മക്കളെ സ്കൂളിൽ അയച്ചതിന് ശേഷം ജോലിയൊക്കെ എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം വേണമെങ്കിൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മൾട്ടിപ്പിൾ ഇപ്പം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഡിസ്കസ് ചെയ്യാതെ എത്രയോ കാര്യങ്ങളുണ്ടാവാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മറ്റ് സ്ത്രീകൾ വായിക്കട്ടെ, അവർ ഈ ഒരു മേഖലയിലേക്ക് വരട്ടെ. ഈ ഒരു മേഖല എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇത് ഒരിക്കലും നമ്മളെ കാശ് ട്രേഡ് ചെയ്യാനായിട്ട് വേറെ ആൾക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണാം, നിങ്ങളിത് പഠിക്കാനായിട്ട് പല ബുക്കുകൾ വായിക്കാം, പല വീഡിയോസ് റെഫർ ചെയ്യാം, ഇത് പഠിപ്പിക്കാനായിട്ട് പല ആളുകളുടെയും സഹായം തേടാം. അല്ലാതെ എനിക്ക് ട്രേഡ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കാശ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നിടത്താണ് അപകടം. അപ്പോൾ അത് ചെയ്യാത്തിടത്തോളം കാലം ഇത് സ്വന്തമായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന മേഖല ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ്. നിങ്ങൾ ഒരുപാട് ബിസിനസ് എല്ലാം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിനകം. അപ്പോൾ എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ബിസിനസ് ഇതൊരു ബിസിനസ്സാണ് കേട്ടോ, അത് ട്രൈ ചെയ്തുകൂടാ എന്നുള്ള ഒരു കാര്യം അവസാനം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.